കേരളത്തിൽ കോളനികളില്ല. പനമ്പള്ളി നഗറും ഗിരിനഗറും ജവഹർ നഗറും പോലെ ഇടമലക്കുടി ഇടമല നഗറും ചിണ്ടക്കി കോളനി ചിണ്ടക്കി നഗറും പാലൂര് പാൽനഗറും പുത്തൂര് പുതുനഗരവും ഷോളയൂർ ചോള നഗരവുമായാൽ നല്ലത്. പണ്ട് ഗാന്ധിജി പട്ടിക വിഭാഗങ്ങളിലുള്ളവരെ ഹരിജനങ്ങളെന്ന് വിളിച്ചു. അതോടെ ഉന്നത കുലജാതരെന്ന് സ്വയം കരുതിയിരുന്നവരെല്ലാം തങ്ങൾ ഹരിയുടെ മക്കൾ അഥവാ ദൈവത്തിൻ്റെ മക്കളാണ് എന്ന് പറയാതായി. അതോടെ ഹരിജനങ്ങൾ എന്നാൽ പട്ടിക വിഭാഗങ്ങൾ മാത്രമായി. പേരുമാറ്റം സ്റ്റാറ്റസ് മാറ്റുന്നില്ല എന്നതിൻ്റെ ഏറ്റവും വലിയ ഉദാഹരണമാണ് അത്. പേര് മാറുന്നതിനൊപ്പം മാറേണ്ടത് എന്തെല്ലാം നോക്കാം സ്പോട്ട്ലൈറ്റ്. ഇടമലക്കുടി ഇടമല നഗറായാൽ പനമ്പള്ളി നഗറിൻ്റെ പേര് പനമ്പള്ളി റെസിഡൻസി എന്നാക്കി വംശമഹിമ കാണിക്കുന്ന പണി ഉണ്ടാകരുത് എന്നാണ് ആദ്യത്തെ അഭ്യർത്ഥന. ഇപ്പോൾ പറഞ്ഞ ഈ അഭ്യർത്ഥന എന്ന വാക്കുണ്ടല്ലോ, അത് ഇനി വേണ്ടെന്ന് നമ്മൾ ഔദ്യോഗികമായി ഒരിക്കൽ തീരുമാനിച്ചതാണ്. അഭ്യർത്ഥനയുടെയും അപേക്ഷയുടെയും ആവശ്യമില്ലെന്നും താൽപ്പര്യപ്പെട്ടാൽ മതിയെന്നും എന്നേ പറഞ്ഞതാണ്. എന്നിട്ടും വില്ലേജ് ഓഫീസിൽ ചെന്ന് ഒരു വരുമാന സർട്ടിഫിക്കറ്റ് വേണമെന്ന് അപേക്ഷിക്കാതെ കിട്ടില്ല എന്ന് കരുതുന്നവരാണ് ഏറെയും. പാലക്കാട്ടെ മാത്തൂർ പഞ്ചായത്ത് സാർ മാഡം എന്ന വിളികൾ വേണ്ടെന്ന് പ്രമേയം പാസാക്കി. അത് കേരളത്തിൽ ഒരു പുതുമയായിരുന്നു. പിന്നാലെ നിരവധി പഞ്ചായത്തുകളും നഗരസഭകളും അതേ തീരുമാനമെടുത്തു. ഇനി എല്ലായിടത്തും അങ്ങനെയാകട്ടെ എന്ന് വലിയ ചർച്ചകൾ നടന്നു. പക്ഷേ സർക്കാർ ഓഫീസിൽ ചെന്ന് കാര്യം നടക്കാൻ ഇപ്പോഴും സർ എന്ന് കെഞ്ചി നിൽക്കുന്നവരെയാണ് കണ്ടുകൊണ്ടേയിരിക്കുന്നത്. ഇതിനൊക്കെ അപ്പുറം അത്യന്തം സങ്കടകരവും അപമാനകരവുമായ പലതും ഇപ്പോഴും നമ്മൾ കൊണ്ടു നടക്കുന്നുമുണ്ട്. തിരുവനന്തപുരം മൃഗശാലയിൽ ഇപ്പോഴും ഒരു തസ്തികയുണ്ട്. പേര് സ്കാവഞ്ചർ. സ്കാവഞ്ചർ എന്നാൽ തോട്ടിപ്പണിക്കാരനാണ്. കാണ്ടാമൃഗത്തിൻ്റെയും മുതലയുടെയും വരെ വിസർജ്യം കോരി മാറ്റുന്ന ജോലി. ഒരു കല്യാണാലോചനയുമായി ചെല്ലുമ്പോൾ എന്താണ് ജോലി എന്ന് ചോദിച്ചാൽ എന്തു പറയും? സ്കാവഞ്ചർ എന്ന് പറയാൻ കഴിയുമോ? 4 ആൾ കൂടുന്നിടത്ത് ഒരു വിരുന്നിന് ഒരു പൊതുയോഗത്തിനൊക്കെ ചെല്ലുമ്പോൾ മൂക്ക് പൊത്തി വഴിമാറുന്നവരെയല്ലേ ആ തസ്തികയിലുള്ളവർ കാണേണ്ടത്? ഒടുവിൽ പുറത്തിറങ്ങിയ 11ാം ശമ്പള കമ്മീഷന്റെ ഉത്തരവിലുമുണ്ട് സ്കാവഞ്ചർക്ക് കൊടുക്കേണ്ട ശമ്പളത്തെക്കുറിച്ചുള്ള വിവരം. GR ഇന്ദുഗോപൻ സ്കാവഞ്ചർ എന്ന പേരിൽ എഴുതിയ കഥയിൽ ഈ തസ്തിക പേരെന്ന് മാറ്റിത്തരുമോ എന്ന് അഭ്യർത്ഥിച്ച് മന്ത്രിക്ക് കത്തയക്കുന്ന കഥാപാത്രവുമുണ്ട്. ആര് കേൾക്കാൻ? PTS എന്നൊരു വിളിപ്പേരുണ്ട് എല്ലാ സർക്കാർ ഓഫീസുകളിലും. പഞ്ചായത്ത് ഓഫീസുകൾ മുതൽ കളക്ട്രേറ്റുകളിൽ വരെയുണ്ട്. PTS എന്നാൽ പാർട്ട് ടൈം സ്വീപ്പർ എന്നാണ്. മുഴുവൻ സമയം ജോലിയില്ലാത്ത തൂപ്പുകാരനാണ് പാർട്ട് ടൈം സ്വീപ്പർ. പാർട്ട് ടൈം എന്ന് പറയുമെങ്കിലും രാവിലെ 8 മണിക്കെത്തി മുറ്റവും ഓഫീസും അടിച്ചു വൃത്തിയാക്കി പറയുമ്പോഴൊക്കെ വെള്ളവും ചായയും കൊണ്ടുപോയി കൊടുത്ത് വൈകുന്നേരം എല്ലാവരും പോയി കഴിഞ്ഞ് ഓഫീസ് അടച്ച് മാത്രം നടുനിവർത്താൻ കഴിയുന്നവരാണ്. പാതി സമയ തൂപ്പുകാരൻ മരിക്കും വരെ മുഴുവൻ സമയ തൂപ്പുകാരൻ തന്നെ ആയിരിക്കും. ഗോദ്രേജ് കമ്പനി അവസാനത്തെ ടൈപ്പ് റൈറ്റർ നിർമ്മിച്ചത് 6 വർഷങ്ങൾക്ക് മുൻപാണ്. എന്നിട്ടും സർക്കാർ ഓഫീസുകളിൽ ഇന്നും ടൈപ്പിസ്റ്റിന്റെ ഒരു തസ്തികയുണ്ട്. ഇതിനൊക്കെ ഒരു മറുവശം കൂടിയുണ്ട്. സ്കൂളിൽ പഠിപ്പിക്കുന്നവരെ മാത്രമല്ല നമ്മൾ സാർ എന്ന് വിളിച്ചു ശീലിച്ചത്. പോസ്റ്റ്മാനും ലൈൻമാനും കണ്ടക്ടറും എല്ലാവരും സാറുമാരാണ്. ജാതിയിൽ താഴ്ന്നവർ എന്ന് മാറ്റി നിർത്തിയിരുന്ന പലർക്കും കിട്ടിയിരുന്നത് ആ ജോലിയാണ്. സാർ വിളി നിർത്തിയാൽ അവർക്ക് കിട്ടിയിരുന്ന ഏക ബഹുമാനം കൂടി ഇല്ലാതാകും എന്ന വിമർശനവുമുണ്ടായി. കണ്ടന്റെ മകനെന്നും ചാത്തന്റെ മകനെന്നും വീണ്ടും വിളിക്കാൻ തുടങ്ങുമെന്നും മുന്നറിയിപ്പുകൾ വന്നു. മുഖ്യമന്ത്രിയായാലും അങ്ങനെ വിളിച്ചു ശീലിക്കുന്നതാണ് ജാതി മഹിമ എന്ന് കരുതുന്നവർ ഇന്നുമുണ്ട്. കാൽ തൊട്ട് വണങ്ങിയും സാഷ്ടാംഗം നമസ്കരിച്ചുമാണ് ബഹുമാനിക്കേണ്ടത് എന്ന വ്യാജയുക്തിയിൽ നിന്നുണ്ടാകുന്നതാണ് ഇത്തരം ചിന്തകളെല്ലാം. മഹാ സോഷ്യലിസ്റ്റായിരുന്ന ബീഹാർ മുഖ്യമന്ത്രി പോലും ഇന്ത്യൻ പ്രധാനമന്ത്രിയുടെ കാൽ തൊട്ട് വണങ്ങുന്നതാണ് 2024 ജനം സ്വന്തം മൊബൈൽ ഫോണുകളിൽ കണ്ടുകൊണ്ടേയിരിക്കുന്നത്. പ്രധാനമന്ത്രിയും മുഖ്യമന്ത്രിയും വെവ്വേറെ ജോലികൾ ചെയ്യുന്ന 2 വ്യക്തികളാണ് എന്ന മട്ടിൽ
തല ഉയർത്തി നിന്ന് പറയുന്നതിലും വലിയ പരസ്പര ബഹുമാനം എന്താണുള്ളത്? പൂക്കൂടയും പൂത്താലവുമായി വിമാനത്താവളങ്ങളിൽ പോയി രാജാവിനെ എന്നതുപോലെ സ്വീകരിക്കാൻ നിൽക്കേണ്ട ശിരസ്തേദർമാരാണ് ഇന്നും നമുക്ക് മുഖ്യമന്ത്രിയും മേയറും. ഗോത്രവർഗ കുടുംബങ്ങൾ താമസിക്കുന്ന ഇടങ്ങൾക്ക് നഗർ, ഉന്നതി തുടങ്ങിയ പേരുകൾ സ്വീകരിക്കാമെന്നാണ് നിർദ്ദേശം. അത്തരമൊരു നിർദ്ദേശം പോലും നൽകാതിരിക്കുകയല്ലേ കൂടുതൽ അഭികാമ്യം? അല്ലെങ്കിൽ ഹരിജനം എന്നത് പട്ടിക വിഭാഗങ്ങൾക്ക് മാത്രമുള്ള വിശേഷണമായതുപോലെ നഗറും ഉന്നതിയും ഒന്നും മറ്റിടങ്ങളിൽ ഉപയോഗിക്കാതെയാകും. സർക്കാർ രേഖകളിലുള്ള ലക്ഷം വീട് കോളനി എന്ന പേരൊക്കെ ജാതി തിരിച്ച് മാറ്റിപ്പാർപ്പിച്ചിരിക്കുന്ന ഇടങ്ങളാണെന്ന് മറക്കാതിരിക്കാം. മലയാളത്തിലെ എണ്ണം പറഞ്ഞ എഴുത്തുകാരിൽ ഒരാളായ നാരായൺ സ്വന്തം പേരിനെ കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. സ്കൂളിൽ ചേർക്കാൻ ചെന്ന അച്ഛൻ നിർദ്ദേശിച്ചത് നാരായണൻ എന്ന പേരാണ്. ഊരാളിക്കെന്ത് നാരായണൻ എന്ന് ചോദിച്ച് ഹെഡ് മാസ്റ്റർ അത് നാരായൺ ആക്കി. ഏകീകൃത സ്വഭാവത്തിൽ പേര് മാറ്റുന്നതിലും നല്ലത് അതത് സ്ഥലത്തുള്ളവർക്ക് ഇഷ്ടമുള്ള വിശേഷണം ചേർക്കുകയാണ്. ആ നാട്ടുകാർക്ക് തോന്നുകയാണെങ്കിൽ ഇടമലക്കുടിയെ തിരുവനന്തപുരം പോലെ ഇടമലപുരം എന്നാക്കട്ടെ. നാളെ മറ്റൊരു വിഷയമായി വീണ്ടും സ്പോട്ട്ലൈറ്റ്.